ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ സങ്കീർത്തനം 101 അതിൻ്റെ 5-ാമത്തെ വാക്യം. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയവുമുള്ളവനെ ഞാൻ സഹായിക്കുകയില്ല. ഉന്നത ഭാവവും നിഗള ഹൃദയവും വരുമ്പോൾ ഒരു മനുഷ്യനിൽ കടന്നു വരുന്ന ഒരു ദുശീലമാണ്, ദുസ്വഭാവമാണ് കൂട്ടുകാരന് എതിരായി ഏഷണി പറയുക, കൂട്ടുകാരനോടൊരു അസൂയ കടന്നു വരിക. ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നപ്പോൾ ശൗലിന് ഏഷണി കടന്നു വന്നു, അവനെതിരായി പ്രവർത്തിച്ചു. അതുപോലെ ഒരു വ്യക്തിയുടെ ഉയർച്ചയിൽ, ഒരു വ്യക്തിയുടെ വളർച്ചയിൽ, ഒരു വ്യക്തിയുടെ വർധനവിൽ സന്തോഷിക്കുവാൻ കഴിയാത്ത അനേക വ്യക്തികളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി വളരാൻ തുടങ്ങുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ ആത്മീകമായി നിങ്ങൾ വളരുവാൻ തുടങ്ങുന്ന സമയത്തിൽ ഏഷണിക്കാർ ഒത്തിരി പേർ എഴുന്നേൽക്കും. നിങ്ങൾക്കെതിരായി പലരും അസൂയാലുക്കളായി തീരുവാൻ തുടങ്ങും. ഇത് നമ്മൾ കണ്ട് പ്രതികരിക്കരുത്. ഇത് നമ്മൾ കണ്ട് നിരാശപ്പെടരുത്. ഇത് ദൈവ അനുഗ്രഹത്തിൻ്റെ മുന്നോടിയാണ്. നിനക്കെതിരാളികൾ കൂടുതൽ കടന്നു വരുമ്പോൾ, ഏഷണിക്കാർ കൂടുതൽ കടന്നു വരപ്പെടുമ്പോൾ മനസ്സിലാക്കണം, ദൈവം നിന്നെ കയ്യിലെടുത്തിരിക്കുന്നു എന്നുള്ളത്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, കൂട്ടുകാരന് എതിരായി ഏഷണി പറയുന്നവരെ ദൈവം നശിപ്പിക്കും. നാം പ്രതികരിക്കാനുള്ളവരല്ല, നാം എതിർക്കാനുള്ളവരല്ല. ദൈവം ആ വിഷയത്തിൽ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവം, കൂട്ടുകാരന് എതിരായി ഏഷണി പറയുന്നവരെ അങ്ങ് നശിപ്പിക്കും എന്ന് വചനം പഠിപ്പിച്ചപ്പോൾ, ദൈവമേ, ഏഷണി അനുഭവിച്ച് ഏഷണിയുടെ മധ്യത്തിൽ പ്രയാസത്തോടെ ഭാരത്തോടെ ഇരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ടല്ലോ. ദൈവം അവരെ ആശ്വസിപ്പിക്കണം. വാക്കുകളാൽ വേദനിപ്പിക്കുന്ന, വാക്കുകളാൽ ഉപദ്രവിക്കുന്ന, വാക്കുകളാൽ ഉപദ്രവിക്കപ്പെടുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണത്തിൽ അവരെ സൂക്ഷിക്കണം. ദൈവിക സ്നേഹം അവരുടെ മേൽ കൂടെയിരിക്കും. ദൈവിക സമാധാനം അവരനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാലങ്ങ് സഹായിക്കണം. ഒരു തടസ്സങ്ങളോ എതിരികളോ പ്രതികൂലങ്ങളോ പോരുകളോ ഒന്നും കർത്താവേ അവരെ കണ്ണുവയ്ക്കാതെ സ്വസ്ഥതയുടെ, ശാന്തതയുടെ, സമാധാനത്തോടെ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ദൈവം അവരെ സഹായിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.